CH പ്രസ്, മുജാഹിദിന്റെ CH പ്രസ്, അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു വിടില്ലേ? അതൊക്കെ പോലെ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഞങ്ങളതിനോട് അംഗീകാരമില്ല. കണ്ടോ, മൗലവിമാരെ മുമ്പിലെത്തിയപ്പോ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കൂല. അത് നിങ്ങളെ മുജാഹിദീങ്ങൾ അടിച്ചുവിടുന്നതാണെന്ന്. ഓ, മുജാഹിദീങ്ങൾക്ക് ഇത് അടിച്ചുവിടലല്ലേ പണി? മുജാഹിദീങ്ങൾ അടിച്ചുവിട്ടതാ നിങ്ങളെ നിസ്കാരപ്പായിലുള്ളതല്ലേ? നിങ്ങളെ ഉമ്മാമാര് കൊണ്ടു നടക്കുന്നത് ഇതുവരെ ഓതിയതും ഓദിപ്പിച്ചതും തിന്നതും തീറ്റിച്ചതും വാങ്ങിയതും വാങ്ങിപ്പിച്ചതും അല്ലേ? മുജാഹിദ് മൗലവിമാർ ഇറക്കിയതല്ലേ? നിങ്ങൾ ഈ സമൂഹത്തെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? അപ്പൊ നിങ്ങളെ വിടാൻ പറ്റുമോ? പറ്റൂല. അബ്ദുള്ള സുല്ലമി ചോദിച്ചു, എല്ലാം സ്വീകാര്യ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാവുന്നത് ഏതാണെന്ന് ഇവിടെ വെച്ച് നിങ്ങൾ നിജപ്പെടുത്തണം എന്ന് മുജാഹിദ് മൗലവി ആവശ്യപ്പെടുന്നത് കേട്ടോളൂ. ഏതായിരുന്നാലും മൗലൂദ് ഒക്കൊല അംഗീകരിക്കൂല, നാട്ടിൽ പലതുണ്ടെന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം. നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ, അതൊരു ആചാരമാക്കി അനുഷ്ഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം. അത് ഏതെങ്കിലും ഒരു ഏടുകൾ വെച്ചോളി, 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സബീലയുടെ ഏട്, അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര എണ്ണം നിങ്ങൾ പറഞ്ഞോളി. അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട്, അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല. വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. അതല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട്. ഒരു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണ്ട. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും, അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനുള്ള മുഴുവൻ പറയേണ്ട. നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സജീന 66 വകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് എണ്ണമുള്ള ഒരു മൗലൂദ് എടുക്കുക, ഒരു സജീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ്റ്റ് തന്നാൽ മതി. വ്യക്തം അല്ല. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പോ 33 ഒരുപാട് പറഞ്ഞല്ലോ. ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അത് ചർച്ച ചെയ്യാം. കണ്ടോ? അപ്പൊ സുല്ലമി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഒന്നും പോണ്ട, നിങ്ങൾ അങ്ങനെ പോകാൻ മെനക്കണ്ട, നിജപ്പെടുത്തണം. 366 പറ്റൂലേ, എന്നാ 66ന്റെ എടുത്തോളി അല്ലെങ്കിൽ 33ന്റെ എടുത്തോളി, ഏതെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ മുനീർ മദനി ഇവർ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ മുനീർ മദനി പറഞ്ഞു, ഒരു ഞൈന്നും പിന്മാറൂട്ടോ, ഒരു അയിമ്മിയും നോക്കൂലട്ടോ എന്ന് പറയുന്നതും അലവി അതിന് പറയുന്ന മറുപടിയും കേട്ടോളി. പിന്മാറേണ്ടത് ചെയ്യും. അത് ശരി, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെക്കാൾ പിന്മാറ്റിച്ചണ്ട. പറയട്ടെ, 66 വക എന്ന് പറഞ്ഞാല് പല 66 വക നിന്ന് പല ജാതി 66 വക ഉണ്ട്. കണ്ടോ? അപ്പൊ എന്താ ഈ അവസാനം അയിലും നിൽക്കണില്ല. പിന്നെ പറയുന്ന മൗലൂദ് മുഴുവൻ ശരിയല്ല, മൗലൂദ് മുഴുവൻ ശരിയല്ല എന്നാണ് ഇനിയിപ്പോ എന്ത് ആദ്യം അലവി സംവാദത്തിൽ പറഞ്ഞത്. സംവാദമൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ടായ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ സംവാദത്തിൽ നടന്നൊരു സംഗതി, സംവാദമൊക്കെ കഴിഞ്ഞപ്പോ എല്ലായിടത്തും ഇത് ഫ്ലാഷായി. ഫ്ലാഷ് ആയപ്പോ നമ്മളെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, വരുത് മൗലൂദൊക്കെ തള്ളിയിരിക്കണം പലതും. പാകെ 5 എണ്ണം കൊണ്ട് വന്നിക്കാണ് മർക്കസിൽ നിന്ന് ഇറക്കിയത്, വേറുള്ളതൊന്നും പറ്റൂല, പരിശോധിച്ചിട്ട് വേണമെന്നാ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ മുഴുവൻ ശരിയല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഒരുത്തം നടന്നു പറയാ. ഏയ് ഞങ്ങൾ അങ്ങനെ മുഴുവൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല, 5 എണ്ണം അപ്പ ചർച്ച, ബാക്കിയുള്ളത് പിന്നെ ചർച്ച ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മുഴുവൻ ശരിയല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഒരുത്തൻ. അപ്പൊ അലവി അവിടെ പറഞ്ഞത് എന്താണ്? എല്ലാം സ്വീകരിക്കൂല, രണ്ടും തമ്മിൽ രണ്ടാളും കൂടി പരസ്പരമുള്ള വൈരുദ്ധ്യം പറിച്ചിൽ രണ്ടും ഒന്നൊപ്പം അങ്ങനെ കേട്ടോളിങ്ങൾ. നല്ല രസല്ലേ? സബീലയിലുള്ള മൗലൂദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് മൗലൂദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു സബീലയിലുള്ള മൗലൂദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക, അത്രയും ഞങ്ങൾ പറഞ്ഞിട്ട്. അത് മൗലൂദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു. കണ്ടോ ജനങ്ങളെ, എന്ത് ദയനീയ വിളിയെ വിളിക്കണം. ജനങ്ങളെ വിശ്വസിച്ചു പോകരുതേ. പുറത്തിറങ്ങിയപ്പോ ഇവര് തമ്മിൽ ഫൈറ്റായി. ഒരുത്തം പറയാ നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരുത്തം പറയേ വിശ്വസിച്ചു പോകരുതേ.
എന്താ ഇപ്പൊ അവസ്ഥ? മാത്രല്ല ഇവര് തള്ളി എന്ത് സംവാദത്തിൽ തന്നെ തള്ളാൻ തുടങ്ങി. ജാല മുഹമ്മദ് മൗലിദ് എന്ന് പറഞ്ഞൊരു മൗലിദുണ്ട്. അതിൽ ബദറിൽ നിന്ന് 12,000 കുഫാറുകൾ പിന്തിരിഞ്ഞോടി എന്നുള്ളൊരു കഥ ഉണ്ട് ജാല മുഹമ്മദ് മൗലിദിൽ. ആകെ ബദറിൽ പങ്കെടുത്തത് 1000-ഓളം ആൾക്കാരാണ്. ബദറിൽ പങ്കെടുത്ത കാഫിറുകളുടെ എണ്ണം പിന്നെ 12,000 ഉണ്ടായി. അപ്പൊ നമ്മളത് എല്ലായിടത്തും നമ്മളെ പണ്ഡിതന്മാര് പണ്ടേ വിമർശിക്കാൻ തുടങ്ങിയപ്പോ ഇവർ ഇപ്പൊ പറയണ് അത് കടത്തിക്കൂട്ടിയതാണ്, അത് കടത്തിക്കൂട്ടിയതാണ്. ആരാ പറയുന്നത്? വല്ലപ്പുഴ വെച്ചിട്ട് അലവി പറയുന്നുണ്ട്, അലവി സഖാഫി പറയുന്നുണ്ട് വഹാബികൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട് ജാല മുഹമ്മദ് മൗലിദിലെ 12,000. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ 12,000ന്റെ സനത്. അതിനുള്ള ഒരു മൗലിദാണ് ജാല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട് ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൽ നുണകൾ പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിനും കളവുണ്ട്. കളവുമാണ് ഞാൻ കാണിച്ചു തരപ്പോൾ ഒരു കളവതിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസാകെ 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തിക്കൂട്ടിയതാണ്. ഇതിനെ ഒരു കേട്ടോ. ഇപ്പൊ എന്താ അലവി പറഞ്ഞത്? 12,000 കുഫാറുകൾ പിന്തിരിഞ്ഞോടി എന്നുള്ളത് മുജാഹിദീങ്ങൾ കടത്തിക്കൂട്ടിയതാണ് ജാല മുഹമ്മദ് മൗലിദിൽ അല്ലേ? പച്ച നോണല്ലേ ആ പറയുന്നത്? ഈ നാദാപുരത്തുകാരോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനല്ലേ സദഖത്തുള്ള മുസ്ലിയാര്? പേരോട് ഇവിടെ പരമ്പര എണ്ണിയപ്പോ ഉസ്താദുമാരെ പരമ്പരയില് സദഖത്തുള്ള മുസ്ലിയാർ എണ്ണിയിട്ടില്ലേ? ആ സദഖത്തുള്ള എന്താണ് മുസ്ലിയാർ എന്താ പറഞ്ഞതെന്ന് അലവിക്ക് അറിയില്ല. അലവി അല്ലെങ്കിൽ മൂടി വെക്കുന്നു. അലവി പഠിച്ചോ? അലവിയോട് പറയാ നിങ്ങൾ പഠിച്ചോ, നിങ്ങൾ പരമ്പര എണ്ണിയാ പോരാ, ഉസ്താദുമാരെ വാദം എന്താന്ന് കൂടി പഠിക്കണം. എന്താ സദഖത്തുള്ള മുസ്ലിയാർ ഈ മൗലിദിലെ ഈ കഥയെ പറ്റി പറഞ്ഞത് കേട്ടോളൂ. ചോദ്യം: ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് മൗലിദിൽ കാണുന്നു. ബദറിൽ 1000 കാഫിറുകളല്ലേ പങ്കെടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 12,000 പേര് ഓടുന്നത്? സദഖത്തുള്ള മുസ്ലിയാരോട് ഫത്വ ചോദിച്ചതാണ്. ഉത്തരം കൊടുക്കുന്നത് കേട്ടോളൂ. സദഖത്തുള്ള മുസ്ലിയാർ പറയാണ്, അലവിയും കേട്ടോ, നാദാപുരത്തുകാരും കേട്ടോളൂ. അലവി ഇപ്പൊ കളം മാറി ചവിട്ടിയതാണ്. പണ്ട് ഇവരുടെ വിശ്വാസം ഇങ്ങനെയാണോ? സദഖത്തുള്ള മുസ്ലിയാർ പറയട്ടെ ഉത്തരം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 പേരാണ്. കൂടാതെ പിശാചുക്കൾ ബദർ രണാങ്കണത്തിൽ കാഫിരീങ്ങളുടെ പക്ഷത്ത് സന്നിഹിതരായിരുന്നു എന്നും മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ അവതരിച്ചപ്പോൾ പിശാചുക്കൾ ഓടിപ്പോയി എന്നുമുള്ള സംഭവം ചരിത്ര പ്രസിദ്ധമാണല്ലോ. അതിനാൽ 12,000 കാഫിറുകൾ ബദർ ദിനം ഓടിപ്പോയി എന്ന് ജഅല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് പിശാചുക്കളെയും കൂട്ടിയായിരിക്കാം. അഥവാ 1000-ഓളം മനുഷ്യ കാഫിറുകളും 11,000-ൽ പരം പിശാചുക്കളും ആകെ 12,000. കണക്ക് പഠിച്ചോ അലവി? സ്കൂളിൽ പോയിട്ടില്ല അല്ലേ? പഠിക്ക്. സദഖത്തുള്ള മുസ്ലിയാര് ഞങ്ങളുടെ ഉസ്താദാണെന്ന് ഞെളിഞ്ഞാ പോരാ. അദ്ദേഹം പറഞ്ഞത് സമ്പൂർണ്ണ ഫതാവ എന്ന് പറയുന്ന ഈ പുസ്തകം നാദാപുരത്തുള്ള ശ്രോതാക്കൾക്ക് അറിയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഈ പുസ്തകത്തിൽ നിന്നാ വായിച്ചത്. സദഖത്തുള്ള മുസ്ലിയാര് സത്യമാണെന്ന് സ്ഥാപിച്ച കാര്യത്തെപ്പറ്റി അലവി പറയുകയാണ്. വഹാബികള് കടത്തിക്കൂട്ടിയതാണ്, സ്വീകാര്യമല്ല. പറയോ സദഖത്തുള്ള മുസ്ലിയാര് വഹാബികൾക്ക് കൂട്ടുനിന്ന വഹാബിച്ചാരനാണോ? മറുപടി പറയേണ്ടത് അലവി തന്നെ. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അലവി സഖാഫി ചിന്തിച്ചോ? സദഖത്തുള്ള മുസ്ലിയാര് മാത്രമല്ല, നിങ്ങളുടെ നെല്ലിക്കുത്ത് ഉസ്താദ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരും പറയുന്നത് കേട്ടോളൂ. അദ്ദേഹത്തോടും ചോദിക്കുകയാണ്. ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. ബദറിൽ ആകെ പങ്കെടുത്തത് 1000-ഓളം കാഫിറുകളാണല്ലോ. പിന്നെങ്ങനെയാണ് 12,000 കാഫിറുകൾ ഓടിപ്പോകുന്നത്? നെല്ലിക്കുത്ത് മുസ്ലിയാർ ഉത്തരം കൊടുക്കുന്നു. ജഅല മുഹമ്മദിന്റെ ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണുള്ളത്. അങ്ങനെ 1000 ഒരു കോപ്പിയിലുണ്ട്. എന്നാ 12,000 കളവാണോ? അല്ല. ഇനി 12,000 ഉണ്ടെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത
മക്ക കാഫറുകൾ 1000 അവരെ കൂടാതെ അവരെ പിന്താങ്ങുന്ന ധാരാളം പിശാചുക്കളുണ്ടല്ലോ, അവരെല്ലാം തന്നെ പിന്തിരിയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ ഈ ഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് ജഅല മുഹമ്മദിൽ പറഞ്ഞത് എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നു. അലവി, നെല്ലിക്കുത്തിനെ ഓർമ്മയുണ്ടോ?